ഫൈസൽ ഹംസ കൂടി ചേരുകയാണ്. ഫൈസൽ, ഇതാദ്യമായല്ല ഇന്ത്യൻ കായിക രംഗത്ത് ഈ ജേഴ്സി മാറ്റം വിവാദമാകുന്നത്. മുൻപ് ക്രിക്കറ്റ് ലോകകപ്പിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ വിമർശനങ്ങൾ, അല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. ജേഴ്സി മാറ്റം മുമ്പേ തന്നെ വിവാദമായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ കായിക ഭരണ സംവിധാനങ്ങളിൽ നമുക്കറിയാം പല സംവിധാനങ്ങളും ഇതിനോടകം തന്നെ രാഷ്ട്രീയ ഇടപെടലുകളുടെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിലടക്കം പലതരത്തിലുള്ള വിലക്കുകൾക്കും ഇന്ത്യൻ കായിക സംഘടനകൾ ഇതിന്റെ ഭാഗമായി നേരിടുകയും ചെയ്തിരുന്നു. അതിനു പുറമെ പരസ്യമായ തരത്തിലേക്ക് കാവ്യവൽക്കരണം എന്നുള്ള ആരോപണം ഉയരുന്നത് നമുക്കറിയാം. 2019 ഏകദിന ലോകകപ്പ് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കളിച്ചത്, അന്ന് എവേ ജേഴ്സി ഇട്ടാണ് ഇന്ത്യ കളിക്കാൻ നിർബന്ധിതരായത്. ഇംഗ്ലണ്ടിന്റെയും ഇന്ത്യയുടെയും ഏതാണ്ട് ഒരേ ജേഴ്സി ആയതിനാലായിരുന്നു. അന്ന് ഏതാണ്ട് കാവി നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ എവേ ജേഴ്സിയിലും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ടീമിന്റെ പ്രാക്ടീസ് ജേഴ്സിയിലുമെല്ലാം ഈ കാവ്യവൽക്കരണം ഉണ്ട്, അല്ലെങ്കിൽ കാവി കളർ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി നമുക്കറിയാം, ഫുട്ബോൾ ടീമിനെ അറിയപ്പെടുന്നത് തന്നെ ബ്ലൂ ടൈഗേഴ്സ് എന്നാണ്. അവർ ഹോം ജേഴ്സി ആയിട്ട് നീല ജേഴ്സിയും അതോടൊപ്പം തന്നെ വെള്ള ജേഴ്സി ആയിരുന്നു നേരത്തെയൊക്കെ ഇന്ത്യ എവേ ജേഴ്സിയായി അണിഞ്ഞിരുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അതിന് മാറ്റം വരുന്നു. അത് ഓറഞ്ച് നിറം അല്ലെങ്കിൽ കാവി നിറത്തിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ ആരോപണങ്ങൾക്ക് ഇടയാക്കിയ കാര്യമാണ്. ഇത് മാത്രമല്ല, കളിക്കളത്തിലെ കാവ്യവൽക്കരണം എന്നുള്ളത് അതിന് ഉദാഹരണമായി പല വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തവണ 2020 ലോകകപ്പ് കിരീടം നേടിയ ശേഷം ഇന്ത്യൻ ടീം ആ കിരീടവുമായി ക്ഷേത്രങ്ങളിൽ ഒരു പര്യടനം നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മാത്രമല്ല, ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്, ഒരു ടീം തെരഞ്ഞെടുപ്പിൽ വരെ ജോത്സ്യനെ നിശ്ചയിക്കുകയും ജോത്സ്യന്റെ തീരുമാനപ്രകാരം ടീമിനെ തെരഞ്ഞെടുക്കുകയും ആ ജോത്സ്യന് പ്രതിമാസം 16 ലക്ഷം രൂപ വരെ വേതനമായി നൽകുകയും ചെയ്ത് അതിൽ ആഗോള തരത്തിൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഇടപെടലും മതപരമായ ഇടപെടലും കായിക രംഗത്തുണ്ടാകുന്നു എന്നുള്ളത് ഇന്ത്യൻ കായിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെയാണ്. വിനീത, ട്രംപൊക്കെ തോറ്റുപോകും അല്ലേ ഫൈസൽ ഹംസ? ഏതായാലും ലോകകപ്പിൽ റെഡ് കാർഡ് കിട്ടിയ താരത്തിനെ വീണ്ടും എടുക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇടപെട്ട വാർത്ത നമ്മൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. അങ്ങനെയുള്ളൊരു രാജ്യത്താണ് ഇപ്പോഴിതാ ജേഴ്സിയിലും രാഷ്ട്രീയവൽക്കരണം, കാവ്യവൽക്കരണം ഒക്കെ നടത്താനുള്ള ശ്രമം എന്നതാണ് പ്രതിപക്ഷം വിമർശനമായി ഉയർത്തുന്നത്. തീർച്ചയായും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ്. കായിക രംഗത്ത് ഇത്തരം കാര്യങ്ങൾ വേണോ എന്ന ചോദ്യം തന്നെയാണുള്ളത്. വേണ്ട എന്നത് തന്നെയാണ് അതിന് ഉത്തരവ്.